ഹായ് ഫോക്സ്. സോ ഇത് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ കാണാൻ പോകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കും. സോ ഈ ഒരു കോൺസെപ്റ്റ് അറിയാതെ നിങ്ങൾക്ക് ആക്ച്വലി ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഹോൾ മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ കോൺസെപ്റ്റിന്റെ പേരാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചസ്, BPR. സോ ഓരോ പ്രൈസ് സ്വിങ്ങിനും ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച് മീനിങ് ആണ്. ഒന്നെങ്കിൽ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി എന്താ പറയാ ഡെലിവർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഎഫിഷ്യൻസി ബാലൻസ്ഡ് ആക്കണം. സോ നമുക്ക് ഈ ഒരു നോഷൻ അവൈലബിൾ ആക്കി തന്നത് ഫഹദ് ആണ്. ഫഹദ് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ചാനലാണ്. പുള്ളിക്കാരൻ ട്രേഡിങ്ങിന്റെ ഇൻസൈറ്റ്സും ട്രേഡിങ്ങിന്റെ എൻട്രീസും, നിങ്ങൾക്ക് എൻട്രി പാറ്റേൺസ് വെച്ച് സഫർ ചെയ്യുന്നവർക്കൊക്കെ ബ്യൂട്ടിഫുൾ എൻട്രീസും ഹൈ റിസ്ക് ടു റിവാർഡ്, ലോ റിസ്ക് ഹൈ റിവാർഡ് ട്രേഡ്സ് ഒക്കെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ കാണാം. റിയൽ അപ്ഡേറ്റ് കാണും. സോ ഗെറ്റിംഗ് ബാക്ക് ടു നമ്മുടെ വീഡിയോ. അതേപോലെ തന്നെ പുള്ളിക്കാരൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാവുന്നതുമാണ്. സോ ഈ ഒരു വീഡിയോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ എന്നില്ല, ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഈ ഒരു വീഡിയോ നമ്മളൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. ഇനി നമുക്ക് എക്സാമ്പിൾസും ഇതിലും ലൈക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കാണിക്കാനായിട്ട് നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫെർദർ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. ബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെ നിങ്ങൾക്ക് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കാം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. സോ ബാലൻസ് പ്രൈസ് റേഞ്ചസ് നോക്കുവാണെങ്കിൽ ഈ ബാലൻസ് പ്രൈസ് റേഞ്ചസ് കാരണമാണ് മാർക്കറ്റ്സ് മൂവ് ആവുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് പ്രൈസ് മൂവ് ആവും, എന്നിട്ട് നമുക്ക് റിട്രേസ് ആവും, അവിടുന്ന് പിന്നെയും എന്താ പറയാ എക്സ്പാൻഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യം, ഓക്കെ ഇവിടെ റിട്രേസ് ആയി, ഇവിടുന്ന് ഒരു മാർക്കറ്റ് മേക്കർ റിവേഴ്സൽ, നമുക്കൊരു സ്മാർട്ട് മണി റിവേഴ്സൽ, ഒരു SMR, ഒരു എന്താ പറയുക പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, ഒരു ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ നടന്നു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫർദർ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ടാർഗറ്റ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്, ആ ഒരു നല്ല മാർക്കറ്റ് മേക്കർ മോഡൽസ്, നമ്മുടെ ഫുൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് ബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെ രീതിയിലാണ്. എവറി ഹയർ ടൈം ഫ്രെയിം റിട്രേസ്മെന്റ് ഫോളോഡ് ബൈ എ ലോവർ ടൈം ഫ്രെയിം എക്സ്പാൻഷൻ ഇസ് എ മാർക്കറ്റ് മേക്കർ മോഡൽ. ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് മേക്കർ മോഡലാണ്. സോ ഇതൊരു 1 hour ചാർട്ടാണ് എക്സ്പെക്ട് ചെയ്യുക. 1 hour ഒരു ബുള്ളിഷ് ചാർട്ടാണ്, ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ഉള്ള ഒരു ചാർട്ടാണ്. സോ ബുള്ളിഷ് ഓർഡർ ഫ്ലോ അങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്ക് പുറത്തൊരു റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി കാണും. So price always moves from internal range liquidity to external range liquidity to internal range liquidity. ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ആവുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ബയസ് ഫോം ചെയ്യേണ്ടത്. സോ നമ്മുടെ ഹയർ ടൈം ഫ്രെയിം ഇപ്പോൾ 1 hour നമുക്കൊരു റിട്രേസ്മെന്റ് ഉണ്ടായിരുന്നു ഒരു ഗ്യാപ്പിലേക്ക്. അവിടെ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ, ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നു, തിരിച്ച് റിവേഴ്സായി നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ എടുക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് കാണുന്നത് നമ്മുടെ ലൈക്ക് ആ ഒരു 1 hour ഓർഡർ ഫ്ലോയുടെ പ്രൈസ് ആക്ഷൻ ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസ് റിട്രൈസ് ആയത് ഒരു ഗ്യാപ്പിലേക്ക്. അപ്പം ഇതിന്റെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ അടുത്ത് തുടക്കത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 2 ഗ്യാപ്പ് ഉണ്ടായാൽ നമുക്ക് ഏതിനെ വിശ്വസിക്കാമെന്ന്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ടാമത്തെ ഗ്യാപ്പിനെ വിശ്വസിക്കാമെന്ന്. രണ്ടാമത്തെ ഗ്യാപ്പിലും പ്രൈസ് വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന്റെ മീനിങ് മനസ്സിലായോ? നമുക്കൊരു ഇംബാലൻസ് പ്രൈസ് റേഞ്ച് വന്നാൽ ആ ഇംബാലൻസ് പ്രൈസ് റേഞ്ച് നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമായിരിക്കും ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്താണ് തുറന്നിട്ടേക്കുന്നതെന്ന്. അതിനുള്ള എല്ലാത്തിന്റെയും ആൻസേഴ്സ് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് വീഡിയോ സിമ്പിൾ ആയിട്ട് വയ്ക്കാൻ ഞാൻ ഒരു സിംഗിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ അതേപോലെ നമ്മൾ മാർക്കറ്റ് മേക്കർ ബൈ മോഡലാണ് നോക്കുന്നത്. സോ ഗെറ്റിംഗ് ബാക്ക് ടു നമ്മുടെ സ്കിമാറ്റിക്സ്. ആ ഒരു സ്കിമാറ്റിക്സിൽ ഇത് നമ്മുടെ ഏത് ടൈം ഫ്രെയിമും ആയിക്കോട്ടെ, ഇത് ഈ ഒരു ടൈം ഫ്രെയിം മാറ്റർ അല്ല, കാരണം പ്രൈസ് ഫ്രാക്ടലാണ്. ഈ ഒരു ഏരിയ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്കിനെ തേർഡ് ക്യാൻഡിലിന്റെ വിക്ക് ഓവർലാപ്പ് ചെയ്യുന്നു. ഇതൊരു ബ്യൂട്ടിഫുള്ളി ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ആണോ അല്ലയോ? നിങ്ങൾക്ക് കണ്ടറിയാം ഇതൊരു ബ്യൂട്ടിഫുള്ളി ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് അവിടെ നിൽക്കട്ടെ. ഈ ഒരു റേഞ്ച് ബാലൻസ്ഡ് ആണോ? ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ്, സെക്കൻഡ് ക്യാൻഡിൽ, അടുത്ത നമുക്ക് ഗ്യാപ്പ് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ്, തേർഡ് ക്യാൻഡിൽ, അടുത്ത ഗ്യാപ്പ് എവിടെയാണ് വരുന്നത്? ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ്, തേർഡ് ക്യാൻഡിൽ. സോ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ട്രേഡേഴ്സിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും. ഞാൻ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. ഈ ഒരു റേഞ്ച് ബാലൻസ്ഡ് ആണ്. പ്രൈസ് തിരിച്ചാണോ റീവിസിറ്റ് ചെയ്തോ? ഇല്ല, കാരണം ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച് ആണ്. ഇത് ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഹയർ ടൈം എക്സ്പാൻഷൻ ഫോളോഡ് ബൈ റിട്രേസ്മെന്റ് ഇസ് മാർക്കറ്റ് മേക്കർ മോഡൽ ഇൻ ലോവർ ടൈം ഫ്രെയിം. സോ ഇവിടെ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച് ആയിരുന്നു, ഈ ഒരു ഗ്യാപ്പ് ഫോം ആയി. സോ ഒരു ഗ്യാപ്പിലേക്ക് പ്രൈസ് ഇവിടെ റിട്രേസ് ആയിട്ട് പ്രൈസ് പിന്നെയും ആ ഒരു ഏരിയ വിട്ടു. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ബാലൻസ്ഡ് ആണോ? അല്ല.
ഇതൊരു ഹയർ ഒബ്ജക്റ്റീവ് ഉള്ള ഒരു ഗ്യാപ്പ്, ഇത് ഹയർ ഒബ്ജക്റ്റീവ് ഉള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ്. നമുക്കിവിടെ മുകളിൽ ഇപ്പോൾ ഏഷ്യന്റെ ഹൈയോ അല്ലെ പ്രീവിയസ് ഡേയുടെ ഹൈയോ എന്തെങ്കിലും ഒരു ദിവസം കാണാം. ഇതൊരു എക്സ്പാൻഷൻ ഡേ ആണ്. സോ ഈ ഒരു ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു, പ്രൈസ് മുകളിൽ പോയി, പക്ഷെ ആ ഒരു ക്യാൻഡിൽ ഫുൾ ആയില്ല. അപ്പം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ബാലൻസ് ചെയ്യണം. ആ ഒരു ഗ്യാപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് പ്രൈസ് തിരിച്ച് ആ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. 1 2 3 4 5 6 ക്യാൻഡിൽസ് ആ ഒരു പ്രൈസിന്റെ അകത്ത് നിന്നു. 1 2 3 4 5 6 ക്യാൻഡിൽസ് ആ ഒരു ഗ്യാപ്പിന്റെ അകത്ത് നിന്നു. ആ ഒരു 6 ക്യാൻഡിൽസ് കഴിഞ്ഞിട്ട് ആ ഒരു പ്രൈസ് റേഞ്ച് ബാലൻസ്ഡ് ആയി. ബോഡീസ് ടെൽസ് ദ സ്റ്റോറി, വിക്സ് ഡു ദ ഡാമേജ്, ആ ഒരു സെയിം കോൺസെപ്റ്റ് അപ്ലൈ ആയി. ഈ ഒരു റേഞ്ച് ബാലൻസ്ഡ് ആയി. ഓക്കെ, ഈ ഒരു റേഞ്ച് ബാലൻസ്ഡ് ആയി കഴിഞ്ഞപ്പം പിന്നെ നമുക്കുള്ള ഇൻഎഫിഷ്യൻസി എവിടെയാണ്? ഈ ഒരു ഇൻഎഫിഷ്യൻസിയാണ്. ഓക്കെ, ഈ ഒരു ഇൻഎഫിഷ്യൻസി എന്താ പറയാ, ഓപ്പൺ ആയി. അപ്പൊ ഈ ഒരു ഇൻഎഫിഷ്യൻസി നമുക്ക് ബാലൻസ് ചെയ്യണം. സോ ആ ഇൻഎഫിഷ്യൻസി ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാൻഡിൽ ബാലൻസ് ചെയ്തു, ഈ ഒരു ക്യാൻഡിൽ ബാലൻസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാവുന്നോ? അപ്പൊ എന്തുകൊണ്ട് ഇവിടുത്തെ ഈ ടാബ് ബാലൻസ് ആയില്ല, ഇവിടെ പ്രൈസ് ടച്ച് ചെയ്തില്ല? എന്തുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ബാലൻസ് ചെയ്തില്ല? കാരണം ആ ക്യാൻഡിൽ ഒരു വട്ടം വിസിറ്റ് ചെയ്തോളൂ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടൈം ആ ഒരു ഗ്യാപ്പ് ഷുഡ് ബി റാൻ ത്രൂ. എന്നാലേ നമുക്ക് ഒരു എന്താ പറയാ, ലൈക് ബോഡീസ് ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റാൻ ത്രൂ ആയിരിക്കണം. ഓൾറെഡി നിങ്ങൾ ഇവിടെ ട്രേഡിൽ അല്ല എങ്കിൽ നിങ്ങൾ അത് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രേഡിൽ എൻട്രി ചെയ്യാൻ പോസിബിലിറ്റീസും ചാൻസസും ഇതിൽ വേറെ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബോഡി ക്ലോസ് ചെയ്തു. ആ ഒരു ക്യാൻഡിൽ ബോഡി ഇവിടെ ഈ ഒരു ബോഡി ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരുന്നു, പക്ഷെ അവിടെ അല്ല അവന്മാരെല്ലാം ക്ലോസ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ നമ്മുടെ ഇംബാലൻസ് ഫോം ആവുണ്ടായ ക്യാൻഡിലാണ്. 1 2 3 തേർഡ് ക്യാൻഡിൽ നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്തു. ആ ഒരു ഗ്യാപ്പ് ഫുള്ള് കവർ ചെയ്ത് ബോഡി ക്ലോസ് ചെയ്തു. ആ വിക്കിന്റെ താഴെ ബോഡി ക്ലോസ് ചെയ്തു. സെക്കൻഡ് ക്യാൻഡിലും നമ്മുടെ ആ ഒരു ക്യാൻഡിലിൽ ഓവർലാപ്പ് ചെയ്യുവാണ്. ആ ഒരു എക്സാക്ട്ലി വിക്കിന്റെ മേളിൽ ഓപ്പൺ ആയി. ആ ഒരു ക്യാൻഡിലും ബോഡി ക്ലോസ് ആയി. അത് കഴിഞ്ഞിട്ട് 1 2 3 തേർഡ് ക്യാൻഡിൽ നമുക്ക് പുതിയൊരു ഗ്യാപ്പ് ഫോം ആയി. ആ ഒരു പുതിയ ഗ്യാപ്പ് ഫോം ആയതിൽ അത് നമ്മൾക്ക് ഇവിടെ ടാപ്പ് ചെയ്തിട്ടില്ല. പ്രൈസ് കയറിയോ? ഒരു വിക്ക് വെച്ച് കയറി, പക്ഷെ ഒരു വട്ടം വിക്ക് പാസ്സായാൽ നമുക്കത് ബാലൻസ് പ്രൈസ് റേഞ്ച് ആണോ? അല്ല. ഓക്കെ, സോ ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ എവിടാണ് അവസാനമായിട്ട് ബാലൻസ് ചെയ്തിരിക്കുന്നത്? ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്നത് വേറൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ്. സോ ഗായ്സ്, നിങ്ങളുടെ മുമ്പിൽ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കാം, പക്ഷെ അതൊരു ഗ്യാപ്പ് അല്ല, അതൊരു ഗ്യാപ്പിനെ ബാലൻസ് ചെയ്തൊരു ഗ്യാപ്പാണ്. ആ ഒരു ഗ്യാപ്പ്, അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ആവുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ഗ്യാപ്പാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഗ്യാപ്പിനെ വേറൊരു ഗ്യാപ്പ് ബാലൻസ് ചെയ്താൽ അതൊരു ബാലൻസ് പ്രൈസ് റേഞ്ച് ആണ്. അവിടെ വെച്ച് പ്രൈസ് റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിന്റെ ടോപ്പിൽ പോലും പ്രൈസ് ടാപ്പ് ചെയ്യാത്തത്. ബ്രേക്ക് അവേ ഗ്യാപ്സും മെഷറിംഗ് ഗ്യാപ്സും പ്രൈസ് റീടാപ്പ് ചെയ്യാറില്ല. ഓക്കെ, ദർ വിൽ ബി സിനാരിയോസ് ഇങ്ങനെ മെഷറിംഗ് ഗ്യാപ്പിൽ പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സിനാരിയോസ് നിങ്ങൾക്ക് കാണാം. അതൊരു സ്പെസിഫിക് ഡെലിവറി പ്രൊഫൈൽസിൽ നിങ്ങൾക്ക് കണ്ടറിയാം എന്തുകൊണ്ടാണ് പ്രൈസ് അവിടെ വന്നതെന്ന്. സോ ലൈക്ക് ഇതുകൊണ്ടാണ് ബ്രേക്ക് അവേ ഗ്യാപ്സ് ഫോം ആവുന്നത്. കാരണം ബ്രേക്ക് അവേ ഗ്യാപ്പ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ആ ഒരു പ്രൈസിലല്ല, നിങ്ങൾക്ക് കട്ട് ത്രൂ ദ ക്യാൻഡിൽസിനെ കട്ട് ചെയ്ത് ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിനെ ഇവന്മാര് ബാലൻസ് ചെയ്തു, ഈ ഒരു ഗ്യാപ്പിനെ അതിന്റെ ബോഡി ബാലൻസ് ചെയ്തു, ഈ ഒരു ഗ്യാപ്പിനെ ഈ ഒരു ഗ്യാപ്പാണ് ബാലൻസ് ചെയ്തത്. ഒരു എന്താ പറയാ, സെൽ സൈഡ് ഇംബാലൻസിനെ ബൈ സൈഡ് ഇംബാലൻസ് ആണ് ബാലൻസ് ചെയ്തത്. ബൈ സൈഡ് ഇംബാലൻസിനെ സെൽ സൈഡ് ഇംബാലൻസ് ആണ് ബാലൻസ് ചെയ്തത്. സോ ആ ഒരു ബൈ സൈഡ് ഇംബാലൻസ് സെൽ സൈഡ് ഗ്യാപ്പിനെ ബാലൻസ് ചെയ്ത ഒരു സിനാരിയോ ആണ് ഇവിടെ നിങ്ങൾ കണ്ടത്. സോ അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയത്. സോ ബ്രേക്ക് അവേ ഗ്യാപ്പ് മോസ്റ്റ്ലി ഫോം ആവുന്നത് ഒരു ക്വാഡ്രന്റിന്റെ 25%ലാണ് ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ആവുന്നത്. ഇതൊരു ഫുൾ 100% പ്രൈസ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പ് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻസിലാണ് ഫോം ആവുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി കാണും. നിങ്ങളിപ്പം എന്തുകൊണ്ടാണ് എന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് വരാതിരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ ഉത്തരം ഇതാണ്. ആ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ട് ടാപ്പ് ചെയ്തില്ല, എന്തുകൊണ്ട് എന്റെ ഗ്യാപ്പിന്റെ മിഡ് പോയിന്റ് വരെ വന്നില്ല, എന്തുകൊണ്ട് എന്റെ ഗ്യാപ്പിന്റെ മിഡ് പോയിന്റ് കഴിഞ്ഞു പോയി, എന്തുകൊണ്ട് ഗ്യാപ്പ് പുഷ് താഴെ പോയി എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഈ ക്യാൻഡിൽ ബാലൻസ്ഡ് ആണോ? അതെ, ബാലൻസ്ഡ്. ഇതെല്ലാം ബാലൻസ് ചെയ്ത് ബാലൻസ്ഡ് പ്രൈസ് പോകുന്നു. ഓക്കെ, സോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ബ്രേക്ക് അവേ ഗ്യാപ്പ് വിൽ സ്റ്റേ ഓപ്പൺ വൺസ് പ്രൈസ് കംസ് and rebalance the FVG. We offer sell side to the busy, and once we leave that it becomes a BRP. It's not going down there. Yeah, അപ്പം
ഇതാണ് നമ്മൾ ലൈക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ആക്ച്വലി ഈ ഒരു ഗ്യാപ്പിനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാവുന്നതാണ്. കാരണം അവിടെ പിന്നെ പ്രൈസ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോമായ പ്രൈസ് ലീവ് ചെയ്താൽ നിങ്ങൾക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പിന്റെ ഹാഫിലോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഗ്യാപ്പിന്റെ ഈ ഒരു ബാലൻസ് ചെയ്ത ഗ്യാപ്പിന്റെ ലോവറിലോ നിങ്ങൾക്ക് അത് പ്രൈസ് റേഞ്ചിലേക്ക് ഇത് വെക്കാവുന്നതാണ്. പക്ഷേ സ്റ്റിൽ കീപ്പ് ഇൻ മൈൻഡ് വിക്സ് ഡു ദ ഡാമേജ് ബോഡി ടെൽസ് എ സ്റ്റോറി. സോ ബ്രേക്ക് അവേ ഗ്യാപ്സ് ഇങ്ങനെയാണ്. ബ്രേക്ക് അവേ ഗ്യാപ്സ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്ക് അവേ ഗ്യാപ്സ് ഫോം ആവുന്നത് 25%-ലാണ്. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിളിൽ നമുക്കൊരു സ്മാർട്ട് മണി റിവേഴ്സലാണ്. നമുക്ക് നിങ്ങളുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഇതും ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ഗ്യാപ്പ് ഫോം ആയിരിക്കുന്നത് ഇവിടാണ്. ആ ഒരു ഗ്യാപ്പ് ബാലൻസ് ചെയ്തത് ഒരു ഗ്യാപ്പ് വേറൊരു ഗ്യാപ്പിനെ വെച്ചാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ ഇതാണ്. ആ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. ആ ഒരു സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ തുടങ്ങി ഇവിടെ നിന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൈസ് റേഞ്ച്. ആ ഒരു സെക്കൻഡ് പ്രൈസ് റേഞ്ചിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ബാലൻസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രൈസ് റേഞ്ചാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ടൈം സ്പെൻഡ് ചെയ്തത്. ക്യാൻഡിലെ ലോ നോക്കുവാണെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ഓപ്പണിലാണ് നമ്മുടെ ഈ ക്യാൻഡിലെ ലോ ടാപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ബേസ്ഡ് ഗ്യാപ്പിലേക്ക് പ്രൈസ് വന്നിട്ടില്ല. സോ ആ ഒരു ലോയിൽ നിന്ന് ആ ഒരു ഓപ്പണിൽ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോയിരിക്കുവാണ്. നമ്മുടെ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഓപ്പൺ ആക്കിയിട്ടേക്കുന്നു. നമുക്ക് ഈ ഒരു ഇംബാലൻസ് ടാപ്പ് ചെയ്തു, നമുക്ക് ഇവിടെ ബ്രേക്ക് അവേ ഗ്യാപ്പ് കിട്ടി. നിങ്ങൾക്ക് ഈ ഒരു സെയിം ലോജിക് ഇവിടെ അപ്ലൈ ആവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നതെന്ന്. ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്തു, സെക്കൻഡറി ടാപ്പ്. നിങ്ങൾക്ക് എത്ര ക്യാൻഡിൽസ് ഇതിനകത്ത് ഫോം ആയി നോക്കാം. ആൻഡ് നമ്മുടെ ഒരു ഡെലിവറി ടൈം, നമ്മുടെ മാക്രോ ടൈം ഡെലിവറിയുടെ എൻഡ് ആവാൻ നേരത്ത് പ്രൈസ് ഡെലിവർ ആയി, ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ടാപ്പ് ചെയ്തു. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹാർഡസ്റ്റ് ടോപ്പിക് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ എന്താ പറയാ നമ്മുടെ ട്രേഡിംഗ് കരിയർ. ബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെ ഒരു ബിഗിനിങ് വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. സോ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. സോ ബാലൻസ് പ്രൈസ് റേഞ്ചസ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ആഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മാർക്കറ്റ് മേക്കർ മോഡൽസ് എന്ന് പറയുന്നത് ബാലൻസ് പ്രൈസ് റേഞ്ചസ് ആണ് മാർക്കറ്റ് മേക്കർ മോഡൽസ്. സോ എവറി ഹയർ ടൈം ഫ്രെയിം റിട്രേസ്മെന്റ് ഫോളോഡ് ബൈ എ ലോവർ ടൈം ഫ്രെയിം എക്സ്പാൻഷൻ ഇസ് എ മാർക്കറ്റ് മേക്കർ മോഡൽ. So guys, be safe, trade safe. Bye folks.